എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞത് ബലരാമൻ്റെ വിവാഹമാണ്. ബലരാമൻ ആരെയാണ് വിവാഹം കഴിച്ചത്? രേവതിയെയാണ് വിവാഹം കഴിച്ചത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്ന് രുക്മിണീ സ്വയംവരമാണ് നമ്മൾ പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന് എത്ര വയസ്സായി? 24 വയസ്സായി. രാമൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ഇനി കൃഷ്ണൻ്റെ വിവാഹം കൂടി ഉടനെ നടത്തണം. പക്ഷേ അവന് യോജിച്ച ഒരു പെൺകുട്ടി എവിടെയിരിക്കുന്നു? ഈ ഭൂമി മുഴുവനും തിരഞ്ഞാലും അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടുമോ? എനിക്ക് സംശയമുണ്ട് എന്ന് വസുദേവര് ദേവകിയോട് പറയുന്നു. ദേവകിയും അതിനോട് യോജിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അവൻ വിവാഹം കഴിച്ചു കാണുവാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ്റെ കാര്യമായതുകൊണ്ട് നാം വിചാരിക്കുന്നത് പോലെ വല്ലതും നടക്കുമോ? അവനു വേണ്ടി എവിടെയെങ്കിലും ഒരു പെണ്ണ് ജനിച്ചിട്ടുണ്ടാകും. രാമൻ രേവതിയെ വിവാഹം കഴിച്ചതുപോലെ ഒരു പക്ഷേ അവനും അവൻ്റെ ഭാര്യയെ കൊണ്ടുവന്നുകൊള്ളും. ഞാൻ അങ്ങനെയാണ് സമാധാനിക്കുന്നത്. സുഭദ്രയ്ക്കും പ്രായമായിരിക്കുന്നു. അവൾക്ക് വേണ്ടിയും നല്ല ഭർത്താവിനെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ദേവകി വസുദേവരോട് മറുപടിയും പറയുന്നു. എല്ലാം വിധി പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വസുദേവരെ ആ സംഭാഷണം അവിടെ നിർത്തുന്നു. ആ കാലത്ത് വിദർഭ എന്ന രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഭീഷ്മകൻ എന്നു പേരായ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാരും ഒരു പുത്രിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും ഇളയവളായിരുന്നു രുക്മിണി. മൂത്ത മകൻ്റെ പേര് രുക്മി എന്നായിരുന്നു. അതിസുന്ദരിയായിരുന്നു രുക്മിണി. തൻ്റെ മകൾക്ക് അനുരൂപനായ ഒരു ഭർത്താവ് ദ്വാരകയുടെ അധിപതിയായ കൃഷ്ണനല്ലാതെ മറ്റാരും അല്ല എന്നും അതുകൊണ്ട് കൃഷ്ണനെ കൊണ്ട് തന്നെ തൻ്റെ മകളെ വേളി കഴിപ്പിക്കണം എന്നും രാജാവായ ഭീഷ്മകൻ ആഗ്രഹിച്ചു. ഈ കാര്യം ഭീഷ്മകൻ തൻ്റെ പത്നിയെ അറിയിക്കുകയും ചെയ്തു. മാതാപിതാക്കളുടെ ആഗ്രഹം രുക്മിണി പരിചാരികമാർ മുഖേന അറിയുകയും അങ്ങനെ കൃഷ്ണനെപ്പറ്റി രുക്മിണി പലരോടും അന്വേഷിച്ചതനുസരിച്ചിട്ട് രുക്മിണിയുടെ മനസ്സിലേക്ക് കൃഷ്ണൻ കടന്നു കയറുകയും ചെയ്തു. അങ്ങനെ കൃഷ്ണനെ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ചിന്ത രുക്മിണിയുടെ മനസ്സിലും ഉണ്ടായി. പക്ഷേ ഭീഷ്മകൻ്റെ മൂത്ത പുത്രനായ രുക്മി ജരാസന്ധൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. രുക്മി ജരാസന്ധനു വേണ്ടി കൃഷ്ണനോട് എതിർത്ത് യുദ്ധം ചെയ്തവനുമാണ്. ഈ മഗധ രാജാവായ ജരാസന്ധൻ്റെ മറ്റൊരു കൂട്ടുകാരനായിരുന്നു ചേതി രാജാവായ ശിശുപാലൻ. ചേതി രാജാവായ ദമഘോഷൻ്റെ പുത്രൻ ശിശുപാലൻ. ആ ശിശുപാലനും രുക്മിയും തമ്മിൽ വലിയ സ്നേഹമായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് തൻ്റെ സഹോദരിയായ രുക്മിണിയെ ചേതി രാജ്യത്തിലെ രാജകുമാരനായ ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്ന് രുക്മി നിശ്ചയിക്കുകയും ചെയ്തു. ഭീഷ്മകൻ ഇപ്പോൾ വൃദ്ധനാണ്, ദുർബലനുമാണ്.
അതുകൊണ്ട് തന്നെ രുക്മി വന്ന് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞപ്പോൾ ഇഷ്ടമല്ല എങ്കിൽ കൂടി ഭീഷ്മകൻ സമ്മതിച്ചു. കാരണം മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. മറ്റു സഹോദരങ്ങളും അനുജന്മാരായ മറ്റു സഹോദരങ്ങളും രുക്മിയുടെ വാക്കിനെ അനുകൂലിച്ചു. അങ്ങനെ രുക്മിണിയെ ചേതി രാജ്യത്തിലെ രാജകുമാരനായ ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ തീരുമാനിക്കുകയും ഒരു നല്ല ദിവസം നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ വിവാഹം തീരുമാനിക്കുന്നു. എല്ലാവർക്കും, എല്ലാ ബന്ധുക്കൾക്കും മറ്റ് രാജാക്കന്മാർക്കും എല്ലാവർക്കും തന്നെ ക്ഷണക്കത്തുകളും അയച്ചു. രുക്മിണി ഈ വിവരം അറിയുകയാണ്. ഇടുത്തി പോലെയാണ് ഈ വാർത്ത രുക്മിണി കേട്ടതാണ്. രുക്മിണി അബലയാണ്. മൂത്ത ജ്യേഷ്ഠൻ്റെ മുമ്പിൽ ചെന്നു നിന്ന് തനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം രുക്മിണിക്കില്ല. അച്ഛനും അമ്മയും രുക്മി പറയുന്നതിന് അനുസരിച്ചിട്ട് നിൽക്കുകയുമാണ്. ഇനി എന്തു ചെയ്യും? ശിശുപാലനെ വിവാഹം കഴിക്കുവാൻ ഒരു തരത്തിലും രുക്മിണി ആഗ്രഹിച്ചില്ല. അങ്ങനെ രുക്മിണി ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഒരു വിശ്വസ്തനായ ഒരു ബ്രാഹ്മണനെ രുക്മിണി വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് രഹസ്യമായി ആ ബ്രാഹ്മണനോട് രുക്മിണി പറയുകയാണ്, അല്ലയോ ബ്രാഹ്മണ, എനിക്ക് വേണ്ടി ഒരു ചെറിയ സഹായം അങ്ങ് ചെയ്യണം. എന്താണ് രാജകുമാരിക്ക് വേണ്ടത് എന്ന് ഈ ബ്രാഹ്മണൻ തിരിച്ച് ചോദിക്കുന്നു. ഉടൻ തന്നെ തൻ്റെ ആഗ്രഹം രുക്മിണി ഈ ബ്രാഹ്മണനോട് പറയുന്നു. അതായത്, ബ്രാഹ്മണ, ശ്രദ്ധിച്ചു കേൾക്കണം. ദ്വാരകയുടെ അധിപതിയായ ശ്രീകൃഷ്ണനെ മനസാ ആരാധിച്ച് പ്രേമിക്കുന്നവളാണ് ഞാൻ. ചെന്താമരക്കണ്ണനെ അല്ലാതെ മറ്റാരെയും വേൾക്കുകയില്ല എന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അച്ഛനും അമ്മയും എൻ്റെ ആഗ്രഹത്തിനോട് യോജിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠനായ രുക്മി ചേതി രാജ്യത്തിലെ രാജകുമാരനായ ശിശുപാലനെ കൊണ്ട് എന്നെ പാണിഗ്രഹണം ചെയ്യിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജ്യേഷ്ഠൻ്റെ നിശ്ചയത്തെ മറികടക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിവില്ല. അവർക്ക് ജ്യേഷ്ഠനെ ഭയമാണ്. അതുകൊണ്ട് അല്ലയോ ബ്രാഹ്മണ, അങ്ങ് ഈ നിമിഷം തന്നെ ദ്വാരാവതിയിൽ എത്തിച്ചേർന്ന് കൃഷ്ണനെ കണ്ട് എൻ്റെ സങ്കടം അവിടുന്ന് അറിയിക്കണം. അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അദ്ദേഹം വന്ന് എന്നെ രക്ഷിക്കുന്നില്ല എങ്കിൽ ഈ ദാസി അവളുടെ ജീവിതം ഭഗവാന് വേണ്ടി ബലി അർപ്പിക്കും എന്നുകൂടി അങ്ങ് കൃഷ്ണനോട് പറയണം. ഇങ്ങനെ ഈ ബ്രാഹ്മണനോട് രുക്മിണി പറയുകയാണ്. രാജകുമാരി വിഷമിക്കണ്ട, ഞാൻ ഇപ്പോൾ തന്നെ പോയി എല്ലാ കാര്യങ്ങളും കൃഷ്ണനെ അറിയിച്ചിട്ട് കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് ആ ബ്രാഹ്മണൻ പറയുന്നു. അങ്ങനെ രുക്മിണിയെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം ഈ ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക് പോകുന്നു. അവിടെ എത്തി കൃഷ്ണനെ കാണുന്നു. എല്ലാ കാര്യങ്ങളും കൃഷ്ണനെ അറിയിക്കുന്നു. ആ സമയം കൃഷ്ണനും പല സഞ്ചാരികളുടെ വാക്കുകളിൽ നിന്നും രുക്മിണിയെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം അതിനോടകം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. കൃഷ്ണനും രുക്മിണിയോട് അങ്ങനെയുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു താനും. അങ്ങനെ കൃഷ്ണൻ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് ആ ബ്രാഹ്മണനും ഒരുമിച്ചിട്ട് വിദർഭ എന്ന രാജ്യത്തിലേക്ക് പുറപ്പെടുന്നു. അന്നു രാത്രി തന്നെ അവർ രണ്ടുപേരും വിദർഭയിൽ എത്തിച്ചേരുന്നു. കൃപാനിധി, അവിടുന്ന് എന്നെ രക്ഷിക്കണം എന്ന് രുക്മിണി പറഞ്ഞതായി ബ്രാഹ്മണൻ 3-4 തവണ ഭഗവാനോട്
ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കൃഷ്ണൻ വിദർഭയിൽ എത്തിച്ചേരുന്നു. ഭീഷ്മകൻ വന്ന് സ്വീകരിക്കുന്നു. അങ്ങനെ ആ രാത്രി അവിടെ ഒരു മന്ദിരത്തിൽ കൃഷ്ണൻ കഴിച്ചു കൂട്ടുന്നു. അടുത്ത ദിവസം രാവിലെ ആണ് വിവാഹം. അനുജൻ തനിച്ച് വിദർഭയിലേക്ക് പോയിരിക്കുന്നു എന്ന് ആരറിയുന്നു? രാമൻ അറിയുന്നു, ബലരാമൻ അറിയുന്നു. അങ്ങനെ ഒരു വലിയ യാദവ പടയുമായി ബലരാമൻ കൃഷ്ണന് ഒരു സഹായം എന്ന നിലയിൽ വിദർഭയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. കാരണം അവിടെ എന്തെങ്കിലും ഒരു ആപത്തുണ്ടാകും എന്ന ഒരു തോന്നൽ ബലരാമന് അപ്പോൾ തന്നെ ഉണ്ടായി. അതുകൊണ്ടാണ് അപ്രകാരം ബലരാമൻ പ്രവർത്തിച്ചത്. അങ്ങനെ പ്രഭാതമായി. രാവിലെ മംഗളവാദ്യങ്ങളും ഭേരി നാദങ്ങളും മുഴങ്ങുന്നു. നഗരം മുഴുവനും അലങ്കരിച്ചിരിക്കുന്നു. വിവാഹ പന്തലുകളും ഉപഗൃഹശാലകളും ക്ഷണിക്കപ്പെട്ട ജനങ്ങളാൽ നിബിഡമായിരിക്കുന്നു. പന്തലിൽ വിവാഹ മണ്ഡപത്തിനടുത്തുള്ള മുൻനിരകളിൽ രാജാക്കന്മാർ നിരന്നിരിക്കുന്നു. ഹരേ കൃഷ്ണ. ആ ഒരു വിവാഹവേദി നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ ഇങ്ങനെ കടന്നു വരണം. സുന്ദരമായ വസ്ത്രം ധരിച്ചിട്ട് വിലയേറിയ രത്നാഭരണങ്ങളൊക്കെ ധരിച്ച് മനോഹരങ്ങളായ പൂക്കളൊക്കെ ചൂടി സഖിമാരുടെ അകമ്പടിയോടുകൂടി മുമ്പിൽ പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടി രുക്മിണി അതാ എവിടേക്ക് പുറപ്പെടുന്നു? പാർവതീദേവിയെ വന്ദിക്കുവാനായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. ക്ഷേത്രത്തിനകത്തു കയറുന്നു. അംബികയെ പൂജിച്ച് അർച്ചനകൾ നടത്തി കൃഷ്ണൻ തൻ്റെ ഭർത്താവായി തീരാൻ അനുഗ്രഹിക്കണമേ എന്ന് രുക്മിണി വീണ്ടും വീണ്ടും അംബികയോട് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ക്ഷേത്രത്തിനകത്തു നിന്നും പുറത്തേക്ക് കടക്കുമ്പോൾ താൻ ദ്വാരകയിലേക്ക് പറഞ്ഞുവിട്ട ബ്രാഹ്മണൻ അവിടെ നിൽക്കുന്നത് രുക്മിണി കാണുന്നു. രുക്മിണി പതിയനെ എവിടേക്ക് ചെല്ലുന്നു? ഈ ബ്രാഹ്മണൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നിട്ട് പതുക്കെ ചോദിക്കുകയാണ്, ബ്രാഹ്മണ, കമലനയനൻ എന്നെ ഉപേക്ഷിച്ചു അല്ലേ? എന്നെ രക്ഷിക്കുവാൻ അദ്ദേഹം വരികയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്, അദ്ദേഹം എപ്പോഴേ വന്നിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദേവി പേടിക്കണ്ട എന്ന് ബ്രാഹ്മണൻ രുക്മിണിയോട് പറയുന്നു. രുക്മിണിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോടു കൂടി തൻ്റെ കഴുത്തിൽ കിടന്ന രത്നമാല ഊരി രുക്മിണി ആ ബ്രാഹ്മണന് കൊടുക്കുന്നു. എന്തിനാണ് രുക്മിണി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് കൂടെ വന്ന കൂട്ടുകാരികൾ അത്ഭുതത്തോടുകൂടി പരസ്പരം ചോദിക്കുകയും ചെയ്തു. അങ്ങനെ രുക്മിണിയും തോഴിമാരും ക്ഷേത്രത്തിൽ നിന്നും കല്യാണ മണ്ഡപത്തിൻ്റെ അടുക്കലേക്ക് സാവധാനം നടക്കുകയാണ്. മനോഹരിയാണ് രുക്മിണി. ഇന്ന് പ്രത്യേകിച്ച് അവളുടെ ആ സൗന്ദര്യം കണ്ടിട്ട് അവിടെ കൂടി നിന്നിരുന്ന രാജാക്കന്മാർക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. കല്യാണ മണ്ഡപത്തിലെ ആ സുവർണ പീഠത്തിൽ പച്ചക്കാമദേവന്റെ വേഷത്തിൽ പുതുമണവാളനായ ശിശുപാലൻ അപ്പോൾ അവിടേക്ക് വന്ന് ഇരിക്കുന്നു. മുമ്പിൽ മണ്ഡപത്തിനോടടുത്ത് അവൻ്റെ കൂട്ടുകാരായ മഗധൻ, അതായത് മഗധയിലെ രാജാവായ ജരാസന്ധൻ, അങ്കൻ, കലിംഗൻ, മാളവൻ, കേകയൻ, വങ്കൻ, പൗണ്ഡ്രകൻ, കോസലൻ, ദന്തവക്ത്രൻ, അവന്തീശൻ തുടങ്ങിയവരൊക്കെ ഈ ശിശുപാലൻ്റെ അടുക്കൽ വന്നിട്ട്
ഉയർന്ന മണിമഞ്ചത്തിൽ ഇരിക്കുന്നു. സമയം അടുത്തു വരുന്നു. ഇനി വധുവിൻ്റെ വരവാണ്. പാർവതി ക്ഷേത്രത്തിൽ നിന്നും 1000 പൊൻതാലങ്ങൾ ഏന്തിയ സഖിമാരുടെ അകമ്പടിയോടുകൂടിയും മേളവാദ്യഘോഷങ്ങളോടുകൂടിയും മംഗളധ്വനികളോടുകൂടിയും മന്ദം മന്ദം വരുന്ന വധുവിനെ കാണുവാനായി ആളുകൾ പാതയുടെ ഇരുവശത്തും തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ആ ജനസമൂഹത്തിൽ നിന്നും അല്പം അകലെ ഒരു രഥത്തിൽ ആരിയ്ക്കുന്നുണ്ട്? കൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആളുകൾ അദ്ദേഹത്തെ കാണുന്നു. നോക്കൂ, എന്തൊരു സുന്ദരനാണ്! രാജകുമാരിക്ക് ഏറ്റവും യോജിച്ച ഭർത്താവ് അദ്ദേഹം തന്നെയാണ്. അതിനു പകരം ഈ ദുഷ്ടനായ ശിശുപാലനെ കൊണ്ട് ഈ സുന്ദരിയായ, ഈ സൽഗുണ സമ്പന്നയായ തൻ്റെ അനുജത്തിയെ ആരെങ്കിലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമോ? ആ രുക്മി എന്തൊരു ദുഷ്ടനാണ്, എന്തൊരു കഷ്ടം എന്നൊക്കെ ആളുകൾ പരസ്പരം ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ രുക്മിണീദേവി കടന്നു വരുന്ന ആ ഘോഷയാത്ര വിവാഹ മണ്ഡപത്തിനു സമീപം എത്തിച്ചേരുന്നു. ആ സമയം രഥാരൂഢനായി രമാപതി പതിയനെ ആരുടെ അടുക്കലേക്ക് എത്തിച്ചേരുന്നു? രുക്മിണിയുടെ അടുക്കലേക്ക് എത്തിച്ചേരുന്നു. എന്നിട്ട് കൃഷ്ണൻ രുക്മിണിയോട് പറയുകയാണ്, രുക്മിണി, ഇതാ നിന്റെ കൃഷ്ണൻ വന്നിരിക്കുന്നു, നമുക്ക് പോകാം എന്ന് കൃഷ്ണൻ രുക്മിണിയോട് പറയുന്നു. എന്നിട്ട് രുക്മിണിയുടെ കൈക്ക് പിടിച്ചിട്ട് കൃഷ്ണൻ തൻ്റെ രഥത്തിലേക്ക് കയറ്റി ഇരുത്തുന്നു. എന്നിട്ട് രഥം പായിക്കുകയാണ്. അത് ആരും പ്രതീക്ഷിച്ചില്ല, അങ്ങനെയൊരു പ്രവൃത്തി. കാരണം എല്ലാവരും ആ ഘോഷയാത്രയുടെ ആ ഒരു മേളത്തിലിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുന്നു എന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതോടുകൂടി ആകെ ബഹളമായി. പെണ്ണിനെ കട്ടിരിക്കുന്നു കള്ളൻ, ആ കള്ളനെ പിടിക്കണം, നമ്മൾ ഇത്രയും പേർ നോക്കി നിൽക്കേ നമ്മുടെ മൂക്കിനു താഴെ വന്ന് ഒരു കള്ളൻ കന്യകയെ തട്ടിക്കൊണ്ടു പോവുകയോ? ആ പർവ്വതത്തിൻ്റെ മുകളിൽ കിടന്ന് അവൻ വെന്തെരിഞ്ഞു ചത്തുപോയില്ലേ? എന്തായാലും ഇനി മേലാൽ അവനെ ഇങ്ങനെ വിടാൻ പാടില്ല, ഇവനെ ഇന്നു തന്നെ കൊല്ലണം, എന്നിട്ട് നമ്മുടെ പെൺകുട്ടിയെ നമുക്ക് വീണ്ടെടുക്കണമെന്ന് ആര് പറയുന്നു? വിളിച്ചു പറയുന്നു. മഗധ രാജാവായ ജരാസന്ധൻ വിളിച്ചു പറയുന്നു. അപ്പോഴാണ് ജരാസന്ധന് മനസ്സിലാകുന്നത് കൃഷ്ണൻ മരിച്ചിട്ടില്ല എന്ന്. അങ്ങനെ ജരാസന്ധൻ മറ്റു രാജാക്കന്മാരോടും സൈന്യങ്ങളോടും കൂടി മാധവന്റെ രഥത്തെ പിന്തുടരുന്നു. വിവാഹവേദിയിൽ നിന്നും വാശിയോടും വൈരാഗ്യത്തോടും കൂടി ശിശുപാലനും ഓടി വരുന്നു. കൃഷ്ണൻ ഒറ്റയ്ക്ക് അവരോടെല്ലാവരോടും എതിർക്കുന്നു. ആ സമയത്ത് രഥത്തിൻ്റെ ഉള്ളിൽ പേടിച്ചു വിറച്ചുകൊണ്ടിരിക്കുന്ന രുക്മിണിയെ കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് സമാധാനപ്പെടുത്തുന്നുമുണ്ടായിരുന്നു. ഒട്ടും ഭയപ്പെടേണ്ട രുക്മിണി, ഇവരോടെല്ലാം എതിർക്കുവാൻ ഞാനൊരാൾ മാത്രം മതി എന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ ആ യുദ്ധത്തിൻ്റെ ഇടയ്ക്കിടെ കൃഷ്ണൻ രുക്മിണിയെ സമാധാനപ്പെടുത്തുന്നുമുണ്ട്. കൃഷ്ണനെ വധിക്കണമെന്നുള്ള വൈരാഗ്യത്തോടുകൂടി രുക്മിയും ശിശുപാലനും അതിഘോരമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ബലരാമനും സാത്യകിയും യാദവ സൈന്യവുമായി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നീട് നടന്ന യുദ്ധത്തിൽ ശിശുപാലൻ ഉൾപ്പെടെ രാജാക്കന്മാരെല്ലാം തോറ്റുപോവുകയാണ് ഉണ്ടായത്. ശിശുപാലനെ വധിക്കുവാനായി കൃഷ്ണൻ 2-3 തവണ ഒരുങ്ങി എങ്കിലും
അതിനുള്ള അവസരം ഇനി ഉണ്ടാകും എന്ന് കണ്ടിട്ട് അവനെ കൊല്ലാതെ വിട്ടുകളയുകയാണ് ചെയ്തത്. പെണ്ണിനെ കാമിച്ച് പച്ചക്കാമവേഷം ചമഞ്ഞു വന്നവൻ നാണം കെട്ട് മുഖം മറച്ച് തിരിച്ചുപോയി എന്ന് കാണികളെല്ലാം ശിശുപാലനെ നോക്കി കളിയാക്കുകയും ചെയ്തു. എല്ലാവരും പരാജിതരായി പിൻവാങ്ങി. എങ്കിലും രുക്മി മാത്രം ദേഷ്യത്തോടു കൂടി സഹോദരിയെ വീണ്ടെടുക്കാതെ താനിനി കുണ്ടിനത്തിലേക്കില്ല എന്ന് വാശിയോടുകൂടി വില്ലു തൊട്ട് സത്യം ചെയ്തു. ഇവിടെ കുണ്ടിനം എന്ന് പറഞ്ഞത് ആ നഗരമാണ്, വിദർഭയിലെ ആ നഗരമാണ് കുണ്ടിനം. അങ്ങനെ വില്ലു തൊട്ട് രുക്മി സത്യം ചെയ്യുകയാണ്. അങ്ങനെ സത്യം ചെയ്തിട്ട് കൃഷ്ണനുമായി വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണ്. ആ യുദ്ധത്തിലും രുക്മി പരാജയപ്പെടുന്നു. അങ്ങനെ രുക്മിയെ വധിക്കുവാനായി കൃഷ്ണൻ വാളെടുക്കുന്നു. അപ്പോൾ രുക്മിണി ജ്യേഷ്ഠനെ വധിക്കരുത് എന്ന് കൃഷ്ണനോട് അപേക്ഷിക്കുന്നു. അങ്ങനെ രുക്മിണിയുടെ അപേക്ഷ കാരണം രുക്മിയെ കൃഷ്ണൻ വധിച്ചില്ല. പക്ഷേ രുക്മിയെ കയറുകൊണ്ട് കെട്ടുകയും അവൻ്റെ തലമുടി മുറിച്ച് അവനെ വിരൂപനാക്കുകയും ചെയ്തു. അത് ആര് കാണുന്നു? ബലരാമൻ കാണുന്നു. രാമൻ പറയുകയാണ്, കൃഷ്ണ, നീ ചെയ്തത് ശരിയായില്ല. ഇത് ധർമ്മമല്ല. ഇവൻ ഇനി മുതൽ നമ്മുടെ ബന്ധുവാണ്, നിന്റെ സ്യാലനാണ്. അതുകൊണ്ട് നീ അവൻ്റെ കുറ്റം ക്ഷമിക്കണം, അവന് മാപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ രുക്മിണിക്കും അത് മനോവേദനയുണ്ടാക്കും. ഇങ്ങനെ രാമൻ തൻ്റെ അനുജനെ ഉപദേശിക്കുന്നു. ജ്യേഷ്ഠൻ്റെ ഉപദേശം ശരിയാണ് എന്ന് കൃഷ്ണന് തോന്നുകയും ജ്യേഷ്ഠൻ്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളൂ എന്ന് മുരളീധരൻ രാമനോട് പറയുകയും അതനുസരിച്ചിട്ട് രാമൻ രുക്മിയെ ബന്ധനമുക്തനാക്കുകയും ചെയ്തു. അതായത് കെട്ടിയിട്ടിരിക്കുകയാണ്, ആ കയറൊക്കെ അഴിച്ച് മുക്തനാക്കുന്നു രാമൻ. അതിനുശേഷം രുക്മിണി സമേതം രാമകൃഷ്ണന്മാർ എവിടെ എത്തിച്ചേരുന്നു? ദ്വാരകയിൽ എത്തിച്ചേരുന്നു. മാതാപിതാക്കളെ കണ്ട് നവവധുവിനെ അവരുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ദേവകി സന്തോഷത്തോടു കൂടി പുത്രപത്നിയെ ആലിംഗനം ചെയ്യുന്നു. പിന്നീട് ഉഗ്രസേനൻ്റെ ചുമതലയിൽ ഒരു നല്ല ശുഭമുഹൂർത്തത്തിൽ വിശ്വനാഥൻ്റെ വിവാഹം വിധിപ്രകാരം ആഡംബരപൂർവം ദ്വാരാവതിയിൽ വെച്ച് ആഘോഷിക്കപ്പെടുന്നു. ഈ അവസരത്തിൽ ദേവന്മാർ കൽപ്പക പുഷ്പങ്ങൾ പൊഴിച്ച് തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ വിവാഹ മഹോത്സവത്തിൽ രുക്മിണിയുടെ മാതാപിതാക്കളും സഹോദരന്മാരും ബന്ധുജനങ്ങളും എത്തിച്ചേർന്നിരുന്നു. എന്നാൽ രുക്മി മാത്രം പങ്കെടുത്തില്ല. അത് വിരോധം കൊണ്ടല്ലായിരുന്നു. കൃഷ്ണനുമായി നടന്ന യുദ്ധത്തെ ഓർത്തിട്ടുള്ള വിഷമം കൊണ്ട് മാത്രമായിരുന്നു രുക്മി വിവാഹത്തിൽ സംബന്ധിക്കാതിരുന്നത്. രുക്മിണിയോട് അതിരറ്റ സ്നേഹമുള്ള ഒരു ജ്യേഷ്ഠനായിരുന്നു രുക്മി. വിധിവശാൽ അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമാണ്. സത്യപ്രതിജ്ഞ ചെയ്തു പോയി. അതുകൊണ്ട് തന്നെ രുക്മിണിയെ വീണ്ടെടുക്കുവാൻ സാധിക്കാതിരുന്നതിനാൽ കുണ്ടിനത്തിൽ പിന്നീട് രുക്മി പ്രവേശിച്ചിട്ടില്ല. വിദർഭ രാജ്യത്തിൽ തന്നെ ഭോജകട എന്ന സ്ഥലത്ത് ഒരു കൊട്ടാരം നിർമ്മിച്ച് രുക്മി അവിടുത്തെ രാജാവായി വാഴുകയും ചെയ്തു. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ട് കൃഷ്ണനും രുക്മിണിയും ഉഗ്രസേനൻ്റെ ചുമതലയിൽ ദ്വാരകയിൽ വെച്ച് വിവാഹിതരാകുന്നു. ഹരേ കൃഷ്ണ. ഇതാണ് രുക്മിണി സ്വയംവരം. രുക്മിണി സ്വയംവരം നിങ്ങൾക്കെല്ലാവർക്കും
ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് ആ വിവാഹ ആഘോഷങ്ങളെല്ലാം തന്നെ കടന്നു വന്നു എന്നും വിശ്വസിക്കുന്നു. ഭഗവാനെ സ്നേഹിക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.